السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന കൊച്ചുകൃതിയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളും റുക്നുകളും നിസ്കാരത്തിലെ നിർബന്ധ കാര്യങ്ങളും, അതാണ് ഈ കിതാബിലെ പ്രധാനപ്പെട്ട വിഷയം. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 9 ഷർത്തുകളാണ് നിസ്കാരത്തിനുള്ളത്. അതിൽ ഒരു ഷർത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത്. നിസ്കാരത്തിൻ്റെ 9 ഷർത്തുകൾ: 1 അൽ ഇസ്ലാം, മുസ്ലിമായിരിക്കുക എന്നതാണ്. രണ്ടാമത്തത് അൽ അഖ്ലു, ബുദ്ധി ഉണ്ടായിരിക്കുക. 3 അത്തമീസ്, വകതിരിവുണ്ടായിരിക്കുക. 4 റഫ്ഉൽ ഹദസ്, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക. 5 ഇസാലത്തുൻ നജാസ, നജസ് നീക്കം ചെയ്യുക. 6 സത്റുൽ ഔറത്തി, ഔറത്ത് മറക്കൽ. 7 ദുഖൂലുൽ വഖ്ത്, സമയമാവൽ. 8 ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിയൽ. 9 അന്നിയ്യത്തു, നിയ്യത്ത് ചെയ്യൽ. ഈ 9 ഷർത്തുകളും സഹോദരങ്ങളെ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ, ഷർത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ പുറത്താണ് ഉണ്ടാവുക. ഏതൊരു ഇബാദത്തിൻ്റെയും ഷർത്തുകൾ യോജിച്ചാൽ മാത്രമേ ആ ഇബാദത്ത് ഉണ്ടാവുകയുള്ളൂ. ഈ 9 ഷർത്തുകളും ഒരാൾ പാലിക്കണം. 9 ഷർത്തുകളും പാലിച്ചുകൊണ്ടായിരിക്കണം നിസ്കാരം നിർവഹിക്കേണ്ടത് എന്ന് ചുരുക്കം. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു അൽ ഇസ്ലാം, മുസ്ലിമായിരിക്കുക. വളിദ്ദുഹു, അതിൻ്റെ വിപരീതം എന്താണ്? അൽ കുഫർ, ഇസ്ലാമിൻ്റെ നേർ വിപരീതം അൽ കുഫർ, നിഷേധം, സത്യനിഷേധം. ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവൻ്റെ അമലുകളെല്ലാം തള്ളപ്പെടുന്നതാണ് അവൻ കാഫിറായിരിക്കെ. അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അശ്ശർതു സാനി, രണ്ടാമത്തെ ഷർത്ത് അൽ അഖ്ലു. അൽ അഖ്ലു എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉണ്ടായിരിക്കുക. വളിദ്ദുഹു, അതിന് നേർ വിപരീതമാണ് അൽ ജുനൂൻ, ഭ്രാന്ത്. ബുദ്ധി ഉണ്ടായിരിക്കുക എന്നതിൻ്റെ നേർ വിപരീതമാണ് ബുദ്ധി മറഞ്ഞ ഭ്രാന്തായ ഒരവസ്ഥ ഉണ്ടായിരിക്കുക എന്നത്. വൽ മജ്നൂനു, ഒരു ബുദ്ധി മറഞ്ഞ ഭ്രാന്തായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മർഫൂഉൻ അൻഹുൽ ഖലമു ഹത്താ യുഫീഖ, അയാളെ തൊട്ട് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഹത്താ യുഫീഖ, അയാൾക്ക് ബോധം വരുന്നത് വരെ, അതല്ലെങ്കിൽ സ്വബോധം തിരിച്ചു കിട്ടുന്നത് വരെ, ബുദ്ധി തിരിച്ച് കിട്ടുന്നത് വരെ. വദ്ദലീലു, അതിനുള്ള തെളിവെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. റുഫിഅൽ ഖലമു അൻ സലാസത്തിൻ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കൂട്ടരിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. 3 വിഭാഗം ആളുകൾ. അന്നാഇമി ഹത്താ യസ്തൈഖിള. അന്നായിം, നൗം എന്ന് പറഞ്ഞാൽ ഉറക്കം, അന്നായിം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവൻ. ഹത്താ യസ്തൈഖിള, അയാൾ ഉണരുന്നത് വരെ. വൽ മജ്നൂൻ, അതാണ് നമ്മുടെ ഈ ഷർത്തുമായി ബന്ധപ്പെട്ട ഭാഗം. വൽ മജ്നൂനി ഹത്താ യുഫീഖ, ഭ്രാന്തൻ അയാളുടെ ഭ്രാന്ത് മാറി ബുദ്ധി തിരിച്ചു വരുന്നത് വരെ, സ്വബോധത്തിലേക്ക് എത്തുന്നത് വരേക്കും അയാളെ തൊട്ട് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. വസ്സഗീരി ഹത്താ യബ്ലുഗ്, ചെറിയ കുട്ടി പ്രായപൂർത്തി എത്തുന്നത് വരേക്കും. ഇങ്ങനെ 3 വിഭാഗം ആളുകളെ തൊട്ട് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. എന്താണ് പേന ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ? അവർക്ക് തക്ലീഫില്ല, അവരുടെ അമലുകൾ അവർക്ക് നിർബന്ധ ബാധ്യതയില്ല. ഇത് 3 കാര്യങ്ങളും ഉണ്ടായാൽ അതിൽ നിന്ന് ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് വരണം. ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഉറക്കം കഴിയണം, അയാൾ എഴുന്നേൽക്കണം. തക്ലീഫ് എന്ന് പറഞ്ഞാൽ ബാധ്യത, അയാൾക്ക് ബാധ്യതയില്ല. തക്ലീഫ് എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെടുക, ഉത്തരവാദിത്തം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഷർത്ത്. ഇത് സഹോദരങ്ങളെ, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബുദ്ധി മറഞ്ഞ ഒരവസ്ഥയാണ്, അയാൾക്ക് ഭ്രാന്താണ് എങ്കിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം ആളുകൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. അത്തരം ആളുകൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. ഈ ഹദീസാണ് അതിനുള്ള തെളിവ്. ഈ ഷർത്ത് പറയുമ്പോൾ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് ചില മസ്അലകൾ പറഞ്ഞിട്ടുണ്ട്. ഫിഖ് പൊതുവെ ഒരുപാട് മസ്അലകൾ ഉണ്ടാകും. ബുദ്ധി മറഞ്ഞു പോവുക, ഭ്രാന്തായി പോവുക, ബോധക്ഷയം ഉണ്ടാവുക, ഇങ്ങനെ എപ്പോഴൊക്കെ ബുദ്ധി മറയുന്നോ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അന്നായിം, ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരർത്ഥത്തിൽ അയാൾക്ക് എന്തില്ല? സ്വബോധമില്ല. അയാൾ സ്വബോധമില്ലാത്ത ഒരവസ്ഥയിലാണ് ഉറങ്ങുമ്പോഴുണ്ടാവുക. അയാളെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തായ ഒരു മനുഷ്യനെ പോലെയല്ല അയാളുടെ വിധി. അവരോട് പറഞ്ഞു, ഭ്രാന്തായ അഖലില്ലാത്ത ബുദ്ധിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ തൊട്ട് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതിനോട് സമാനമായ ഒരവസ്ഥയാണ് ഉറങ്ങുന്ന ഒരാൾക്കുണ്ടാവുക. ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അയാൾ എന്ത് വേണം? നിസ്കാരം നിർവഹിക്കണം. ഇനി നിസ്കാരം ഖളാ ആയി പോയി എന്ന് വിചാരിക്കുക, ഖളാ കൂട്ടി നിസ്കരിക്കണം. എന്നാൽ ഭ്രാന്തായ ഒരു മനുഷ്യൻ, അയാൾക്ക് ചികിത്സ തേടി അയാൾ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു, ഖളാ കൂട്ടണോ? വേണ്ടതില്ല. അയാളെ തൊട്ട് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ വിഭാഗം ഇതാണ്. ഒരാൾ ഉറക്കത്തിൽ പെട്ടുപോയി. ഉറക്കത്തിൽ പെട്ടുപോയാൽ അയാൾക്ക് എന്തില്ല? കുറ്റമില്ല. ഉറക്കത്തിൽ യാദൃച്ഛികമായി പെട്ടുപോയാൽ അവിടെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു തയ്യാറെടുപ്പുമില്ലാതെ നിസ്കാരത്തിന് എഴുന്നേൽക്കണം അല്ലെങ്കിൽ നിസ്കരിക്കണം എന്ന ഉദ്ദേശമില്ലാതെ ഒരാൾ കിടന്നുറങ്ങി, എന്നിട്ട് അയാൾ ഉറങ്ങിപ്പോയി, അയാൾക്ക് ശിക്ഷയുണ്ടാകും, അയാൾ ശിക്ഷിക്കപ്പെടും. മനസ്സിലായോ? അയാൾ ശിക്ഷിക്കപ്പെടും. ഇനി ഒരാൾ യാദൃച്ഛികമായി ഉറങ്ങിപ്പോയി എങ്കിൽ അയാൾ എഴുന്നേറ്റാൽ നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അതിനുള്ള തെളിവ്. മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിയഹാ ഫൽയുസല്ലിഹാ ഇദാ ദക്കറഹാ. ആരെങ്കിലും നിസ്കാരത്തെ തൊട്ട് മറന്നുപോയി, അതല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, അയാൾ ഓർമ്മ വന്നാൽ എഴുന്നേറ്റാൽ നിസ്കരിക്കുക. ലാ കഫാറത ലഹാ ഇല്ലാ ദാലിക്, അതല്ലാതെ മറ്റൊരു കഫാറത്തും അയാൾക്കില്ല. അപ്പോ ഒന്നാമത്തെ വിഭാഗം ഇതാണ്. ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന, സ്വബോധത്തിൽ അല്ലാതെ ആവുന്ന ഒരു വിഭാഗം ആളുകൾ ഈ ഉറങ്ങുന്ന ആളുകളാണ്. അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഖളാ വീട്ടണം. രണ്ടാമത്തെ വിഭാഗം ലഹരി ബാധിച്ച ആളുകളാണ്. ലഹരി ബാധിച്ചു, മദ്യപിച്ചു,
അതല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള വല്ലതും ഉപയോഗിച്ചു, സ്വബോധം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ അവസ്ഥയിലായിരിക്കെ നിസ്കരിക്കാൻ പാടുണ്ടോ? ഇല്ല. നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല. നിസ്കരിച്ചിട്ട് കാര്യമില്ല. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറ്റമുണ്ടാകും. ആ ലഹരി ഉപയോഗിച്ചതിന്, നിസ്കാരം ഉപേക്ഷിച്ചതിന് അങ്ങനെയുള്ള ശിക്ഷകൾ അവർ ഏറ്റുവാങ്ങേണ്ടി വരും. മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞ സന്ദർഭത്തിൽ സ്വബോധമില്ലാതിരുന്ന കാലത്ത് ഒഴിവാക്കിയ നിസ്കാരം ഖളാ വീട്ടേണ്ടി വരികയും ചെയ്യും എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പകല് മദ്യപിച്ചു, അതല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ലതും ചെയ്തു, സ്വബോധം പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ലഹരി നീങ്ങി എന്ന് വിചാരിക്കുക, ഖളാ വീട്ടണം. നിസ്കാരം ഉപേക്ഷിച്ചതിനും ലഹരി ഉപയോഗിച്ചതിനും എല്ലാറ്റിനും അത്തരം ആളുകൾക്ക് ശിക്ഷയുണ്ടാകും. എന്താണ് ലഹരി ബാധിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഒരാൾ മദ്യപിച്ചു. മദ്യപിക്കൽ വലിയ ഗുരുതരമായ തെറ്റാണ്. അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കൽ വലിയ അപകടമാണ്, തെറ്റാണ്. അങ്ങനെയുള്ള ഒരാളുകൾ സ്വബോധം നഷ്ടപ്പെടാത്ത ഒരവസ്ഥയാണെന്ന് വിചാരിക്കുക. എങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പരിധിയിൽ പെടുകയില്ല, അവർ ഈ പരിധിയിൽ വരികയില്ല എന്നുകൂടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരാത്ത ഒരവസ്ഥ ഉണ്ടാവുക എന്നതാണ് സ്വബോധം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള മാനദണ്ഡം. ഇപ്പോൾ ലഹരി കുറച്ച് കഴിച്ചാൽ ചിലപ്പോൾ സാധാരണ പോലെ ഉണ്ടാവും, കുറച്ചധികം കഴിച്ചാലായിരിക്കും പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. അങ്ങനെയുള്ള ആളുകളാണ് ലഹരി ബാധിച്ച ആളുകൾ എന്ന് പൊതുവെ പറയുക. ഏതായിരുന്നാലും ബുദ്ധി നീങ്ങിപ്പോവുക എന്ന വിഷയത്തിൽ രണ്ടാമതായി ഇത്തരം ആളുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഖളാ കൂട്ടണം, അവർക്ക് ശിക്ഷയുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗം ബോധക്ഷയം സംഭവിച്ചു പോകുന്ന ആളുകളാണ്. ഇപ്പൊ ചില ആളുകൾ പെട്ടെന്ന് ബോധം കെട്ടുപോകും, പൊടുന്നനെ ബോധം പോയി താഴേക്ക് വീഴും. അങ്ങനെയുള്ള ചില അവസ്ഥകൾ ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം ആളുകളുമായി ബന്ധപ്പെട്ട് ഉള്ള മസലകൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരാൾ ബോധമില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. ചില സമയത്ത് ചിലപ്പം ഉടനെ തന്നെ തിരിച്ചു വരും. പണ്ഡിതന്മാർ പറഞ്ഞു 3 അവസ്ഥകളാണ് അവരുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കുറച്ച് സമയമായാലും ശരി, കുറേ സമയമായാലും ശരി. ഉദാഹരണത്തിന് 1 or 2 വക്ത് നിസ്കാരം പോയി, അതല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും ബോധമില്ലാതെയായി, എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഖളാ വീട്ടേണ്ടതില്ല എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു നേരെ ഓപ്പോസിറ്റ്, നേരെ വിപരീതം. എങ്ങനെയായിരുന്നാലും ഖളാ വീട്ടണം. ചെറിയ സമയമായാലും ശരി, കുറേ നേരത്തേക്ക്, അതല്ലെങ്കിൽ അങ്ങനെ കുറേ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാലും അവർ ഖളാ വീട്ടണം. മൂന്നാമത്തെ വിഭാഗം പറഞ്ഞു 3 ദിവസമോ അതിൽ കുറവോ ദിവസമാണെങ്കിൽ, 3 അതിൽ താഴെയോ ആണെങ്കിൽ ആ ദിവസങ്ങളിലെ നിസ്കാരം ഖളാ വീട്ടണം. ചില ആളുകൾ ഒരു ദിവസം ഒന്നായി ബോധമില്ലാതായി പോകും, ചിലപ്പോൾ 2 ദിവസമായിരിക്കും, ചിലപ്പോൾ 3 ദിവസമായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. 3 അതിൽ താഴെയോ ആണെങ്കിൽ അവർ ഖളാ വീട്ടണം. അവർ ആ ദിവസത്തെ നിസ്കാരം ഖളാ വീട്ടണം. അതിൽ കൂടിയാൽ ഖളാ വീട്ടേണ്ടതില്ല. ചിലപ്പോൾ കുറേ ദിവസത്തേക്ക് കോമയിലായി പോവാറുണ്ട്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അത്തരം അവസ്ഥയിൽ അവർ ഖളാ വീട്ടേണ്ടതില്ല. എപ്പോഴാണോ അവരുടെ അവസ്ഥകൾ മാറുന്നത്, സാധാരണ പോലെ നിസ്കാരം തുടർന്നാൽ മതി. നാലാമത്തൊരു വിഭാഗം മരുന്നുകൾ കൊണ്ട്, വല്ല ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യും, സൂചി വെക്കും. അപ്പോൾ ഉണ്ടാകുന്ന ബോധക്ഷയം ഒരു തരത്തിൽ ബുദ്ധി മറഞ്ഞു പോകുന്ന ഒരവസ്ഥ തന്നെയാണ്. അത്തരം ആളുകൾ എന്ത് വേണം? അത്തരം ആളുകൾ അവർക്ക് ബോധം തിരിച്ചു വന്നാൽ നിസ്കാരം ഖളാ വീട്ടണം. ഇപ്പൊ രാവിലെ ഇഞ്ചക്ഷൻ ചെയ്തു എന്ന് വിചാരിക്കുക, ളുഹറും അസുറും നഷ്ടപ്പെട്ടു, മഗ്രിബ് ആകുമ്പോഴേക്ക് ശരിയായി, ബോധം തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക, ളുഹറും അസുറും ഖളാ വീട്ടി നിസ്കരിക്കണം.
അതല്ലെങ്കിൽ എപ്പോഴാണോ ബോധം തിരിച്ചു വരുന്നത് ആ സമയത്ത് അവർ ഖളാ വീട്ടണം. ഇത് 4 വിഭാഗം ആളുകളെ കുറിച്ച് പണ്ഡിതന്മാർ രണ്ടാമത്തെ ഷർത്ത് പറയുമ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പൊതുവെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില സന്ദർഭങ്ങളാണ് ഇത്തരം അവസ്ഥകൾ. അത് നമ്മൾ മനസ്സിലാക്കുക എന്നത് ഉപകാരപ്പെടും. രണ്ടാമത്തെ ഷർത്ത് ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധി മറഞ്ഞു പോയ, ഭ്രാന്തായി പോയ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരമില്ല. അവർ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയുമില്ല. ഏതുവരെ? അവരുടെ ബോധം തിരിച്ചു വരുന്നത് വരേക്കും. അതിൽ പറഞ്ഞ 4 ആളുകൾ നമ്മൾ പറഞ്ഞു. 4 ആളുകൾ ഒഴികഴിവുള്ള ആളുകളാണ്, ഒരാൾ ഒഴികെ. ആര്? ലഹരി ബാധിച്ച ആളുകൾ ഒഴികെ. അവർക്ക് അതിന് ശിക്ഷയുണ്ടാകും, അവർ ഖളാ വീട്ടണം. അത്തരം കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുക. മനസ്സിലായില്ലേ? മനസ്സിലാവാത്ത പ്രശ്നമില്ലല്ലോ. അശ്ശർതു സാലിസ്, മൂന്നാമത്തെ ഷർത്ത് അൽ ഇസ്ലാം അൽ അഖൽ. മൂന്നാമത്തേത് അത്തമീസു. അത്തമീസ് എന്ന് പറഞ്ഞാൽ വകതിരിവ്. അത്തമീസ് എന്ന് പറഞ്ഞാൽ വകതിരിവുണ്ടായിരിക്കുക. എന്താണ് വകതിരിവുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ? വളിദ്ദുഹു അസ്സിഗർ, അതിന് നേർ വിപരീതമാണ് അസ്സിഗർ, കുട്ടി, ചെറിയ അവസ്ഥ. വഹദ്ദുഹു, എന്താണ് വകതിരിവിന്റെ പ്രായപരിധി? വകതിരിവാവാനുള്ള പ്രായപരിധി എന്താണ്? 7 സിനീന, 7 വയസ്സാണ് വകതിരിവിന്റെ കാലയളവ്. മനസ്സിലായോ? വകതിരിവ് എത്തണം. വകതിരിവ് എത്തുന്ന പ്രായപരിധി 7 വയസ്സാകുന്നു. സുമ്മ യുഅ്മറു ബിസ്സലാത്തി, 7 വയസ്സായാൽ നിസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കണം, നിസ്കരിക്കാൻ കൽപ്പിക്കണം. അപ്പൊ തമീസ് എത്താത്ത ഒരു കുട്ടിയോട് നിസ്കരിക്കാൻ എന്ത് ചെയ്യേണ്ടതില്ല? കൽപ്പിക്കേണ്ടതില്ല, കൽപ്പന ഇല്ല. 7 വയസ്സായാൽ, 7 വയസ്സ് തുടങ്ങിയാൽ മതിയോ അതല്ല പൂർത്തിയാവണോ? തുടങ്ങിയാൽ മതിയോ? 6 പൂർത്തിയായി 7 തുടങ്ങിയെന്ന് വിചാരിക്കുക. അതല്ല 7 പൂർത്തിയായി 8 തുടങ്ങണോ? ആ ആ പണ്ഡിതന്മാർ പറഞ്ഞു 7 വയസ്സ് പൂർത്തിയാവണം. 7 വയസ്സ് പൂർത്തിയായി 8ാമത്തെ വയസ്സിലേക്ക് കടക്കണം. അതാണ് 7 സിനീൻ എന്ന് പറഞ്ഞത്. 7 വയസ്സ് പൂർത്തിയായാൽ നിസ്കാരത്തിന് കൽപ്പിക്കണം. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അതിനുള്ള തെളിവ്. മുറു അബ്നാഅക്കും ബിസ്സലാത്തി ലിസബ്ഇൻ, നിങ്ങളുടെ മക്കളോട് അവർക്ക് 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കുക. വദ്രിബൂഹും അലൈഹാ ലിഅശ്ർ, 10 വയസ്സായാൽ അതിൻ്റെ പേരിൽ അവരെ അടിക്കുകയും ചെയ്യുക. വഫർരിഖൂ ബൈനഹും ഫിൽ മളാജിഅ, 10 വയസ്സായാൽ കിടപ്പറയിൽ നിന്ന് അവരെ മാറ്റി കിടത്തുകയും ചെയ്യുക. ഈ ഹദീസ് തെളിവാണ്. തമീസ് ഉണ്ടാവണം, തമീസ് എത്തണം. അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ധാരാളം മസ്അലകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഫിഖ് പൊതുവെ അടിച്ചു പിഞ്ഞ് പ്രസംഗിക്കലല്ല, അതിങ്ങനെ മസ്അലകൾ പറയലാണ്. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള പല കാര്യങ്ങളുമായിരിക്കും. കേൾക്കാൻ പൊതുവെയുള്ള ഒരു സുഖം ഉണ്ടായിക്കൊള്ളുന്നില്ല. ക്ഷമിച്ച് കേൾക്കണം. ബറക്കല്ലാഹു ഫീക്കും. ഒന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ 7 വയസ്സ് പൂർത്തിയാവണോ വേണ്ടയോ എന്ന ചർച്ചയുണ്ട്. 7 വയസ്സ് പൂർത്തിയാവണം. രണ്ടാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറു അബ്നാഅക്കും എന്ന് രക്ഷിതാക്കളോട് കൽപ്പിച്ചു, അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് കൽപ്പിച്ചു. അവിടുന്ന് കൽപ്പിച്ചു, മുറു, നിങ്ങൾ കൽപ്പിക്കണം എന്ന് രക്ഷിതാക്കളോട്, അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട്. അതിൽ നിന്നും പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞു, ഒരു പിതാവിന്, അതല്ലെങ്കിൽ പിതാവും ഇല്ലാന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ അങ്ങനെയുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം ആരുടെ ഉത്തരവാദിത്തത്തിലാണോ അവർക്ക് ഈ കുട്ടികളോട് കൽപ്പിക്കൽ നിർബന്ധമാണ്. കുട്ടിക്ക് നിർബന്ധമുണ്ടോ? കുട്ടിക്ക് നിസ്കരിക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല. എന്നാൽ രക്ഷിതാക്കൾ കൽപ്പിക്കൽ രക്ഷിതാക്കളുടെ മേൽ
നിർബന്ധമാണ്. രക്ഷിതാക്കളുടെ മേൽ നിർബന്ധമാണ്. നിസ്കരിക്കാൻ അവരോട് കൽപ്പിക്കുക. മോനെ മോളെ നിസ്കരിക്കുക എന്ന് നല്ല ഭാഷയിൽ പറയണം, നല്ല രൂപത്തിൽ പറയണം. അതല്ലാതെ അവരെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ പറയരുത്. കാരണം 7 വയസ്സായാൽ കേവലം കൽപ്പിക്കാനാണ് പറഞ്ഞത്. കൽപ്പിക്കുക, നിസ്കരിക്കാൻ കൂട്ടിക്കൊണ്ടുപോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് നമ്മുടെ മേൽ ബാധ്യതയാണ്, നമ്മുടെ മേൽ നിർബന്ധമാണ്. അതൊരാൾ ചെയ്തില്ല എങ്കിൽ അയാൾ പേടിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച അവിടുത്തെ കൽപ്പനയാണ്. വദ്രിബൂഹും അലൈഹാ ലിഅശ്ർ. 10 വയസ്സായാൽ അതിൻ്റെ പേരിൽ അഥവാ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അവരെ അടിക്കണമെന്ന് പറഞ്ഞു. എന്താണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്? 10 വയസ്സായാൽ അവർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണോ? 10 വയസ്സായ നിർബന്ധമോ? കുട്ടിക്ക് നിർബന്ധമോ? ഇല്ല. നേരത്തെ ഹദീസ് വായിച്ചു, ഹത്താ യബ്ലുഗ്, പ്രായപൂർത്തി എത്തണം. പ്രായപൂർത്തി എന്നത് ഒന്നല്ലെങ്കിൽ 15 വയസ്സാവണം, അതല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ആർത്തവം ഉണ്ടാകണം, അതല്ലെങ്കിൽ ഗുഹ്യഭാഗത്ത് രോമം മുളക്കണം. ഇങ്ങനെയുള്ള അടയാളങ്ങളുണ്ട്. ഇതാണ് പ്രായപൂർത്തി ആവാനുള്ള മാനദണ്ഡം. അതുവരേക്കും കലം, പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. എന്നാൽ 10 വയസ്സായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അടിക്കണം. അത് കുട്ടികൾക്ക് നിർബന്ധമായത് കൊണ്ടല്ല, മറിച്ച് അവരെ നിസ്കരിക്കാനുള്ള തർബീയത്തിൽ, അവരെ ഇസ്ലാമിക തർബീയത്തിൽ, ശിക്ഷണത്തിൽ വളർത്തിക്കൊണ്ടുവരാനാണ് അവിടുന്ന് ഇത് പറഞ്ഞത്. അടിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് അടി? എന്താണ്? വലിച്ചുവാരി അടിക്കലാണോ? കിട്ടിയതെടുത്ത് അടിക്കലാണോ? അല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. 10 വയസ്സായ ഒരു പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ അവനോട് കൽപ്പിക്കണം, ഇല്ലെങ്കിൽ അടിക്കണമെന്ന് പറഞ്ഞാൽ തഅദീബിന്റെ, അദബ് പഠിപ്പിക്കാൻ, മര്യാദ പഠിപ്പിക്കാനുള്ള ചെറിയ ചെറിയ തട്ടൽ മാത്രമേ പാടുള്ളൂ. അതല്ലാതെ നമ്മുടെ അരിശം തീർക്കുന്ന രൂപത്തിൽ അടിച്ചിട്ട് എന്താക്കരുത്, പരിപ്പിളക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കുട്ടികൾ ഒരുപക്ഷെ നിസ്കാരത്തെ തന്നെ വെറുക്കും, ദീനിനോട് തന്നെ അവർക്ക് വെറുപ്പുണ്ടാകും. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ തോന്നിവാസങ്ങൾ കൊണ്ട്, നമ്മുടെ എന്തെങ്കിലും ഇതുപോലെയുള്ള സ്വഭാവ ദൂഷ്യം കൊണ്ട് മക്കൾ നശിച്ചു പോകരുത്. മക്കൾ നശിക്കാനുള്ള കാരണങ്ങളിൽ പലതും അതിൻ്റെ പിന്നിൽ എടുത്തു നോക്കിയാൽ രക്ഷിതാക്കളായിരിക്കും. ഒന്നല്ലെങ്കിൽ അവരുടെ അലംഭാവമായിരിക്കും, തീരെ പരിഗണിക്കൂല. രണ്ടാമത്തത് ഈ പറഞ്ഞ മേഖലയാണ്. എല്ലാ കാര്യത്തിലും പിടിച്ച് കെട്ടി മുറുക്കി ഒരു നിലക്കും ഒരു നല്ല രൂപത്തിലുള്ള ഉപദേശമോ സംസാരമോ അതല്ലെങ്കിൽ ദീനിനോട് താല്പര്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള നല്ല ജീവിതമോ ഇതൊന്നും വാപ്പയിൽ നിന്ന് ഈ കുട്ടി കാണുകയില്ല. രണ്ടർത്ഥത്തിൽ മക്കൾ രക്ഷിതാക്കൾ മുഖേന നശിക്കാറുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്, മര്യാദ പഠിപ്പിക്കാനുള്ള, മാത്രമല്ല നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട് എന്നറിയിക്കാനുള്ള ഒരു കാര്യമാണത്. നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട്. ദുനിയാവിൽ നിന്ന് വാപ്പാൻ്റെ നിന്ന് ചെറിയ തല്ലിട്ടും പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും എന്നതിലേക്കുള്ള സൂചനയാണത്. ഇത് തെറ്റാണ്, ഗുരുതരമായ അബദ്ധമാണ് എന്ന് കുട്ടികളെ ബോധിപ്പിക്കാനുള്ള ഒരു മാർഗമാണെന്ത്? ഈ പറഞ്ഞ അടി. ഈ പറഞ്ഞ വദ്രിബൂഹും എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഉദ്ദേശം. കാരണം ഈ ഹദീസ് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും തല്ലിയിട്ടില്ല. സഹാബത്ത് മക്കളെ തല്ലി പഴുപ്പിച്ചത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ഹദീസ് പഠിപ്പിച്ച, പറഞ്ഞ, അത് കേട്ട, അത് ജീവിതത്തിൽ പാലിച്ച നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണോ അത് നടപ്പിലാക്കിയത് അങ്ങനെ നമ്മൾ നടപ്പിലാക്കണം. നമ്മളെ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കരുത്. പറഞ്ഞതിൻ്റെ ചുരുക്കം, പൊതുവെ നമ്മൾ സാധാരണ കുട്ടികൾ തെറ്റ് ചെയ്താൽ തല്ലാറുണ്ട്. അതല്ലെങ്കിൽ അവരെ ആ രൂപത്തിലുള്ള എന്തെങ്കിലും മര്യാദ പഠിപ്പിക്കേണ്ട ഭാഗമായി അങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാറുണ്ട്. ആ ഒരു തോതിൽ ഇത് തെറ്റാണ് എന്നവരെ ബോധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
നിസ്കരിച്ചില്ലെങ്കിൽ അത് ഗുരുതരമായ അബദ്ധമാണ്, അപകടമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിലായിരിക്കണം. അഥവാ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടരുത്, അടയാളങ്ങൾ ഉണ്ടാവരുത്, അതുപോലെ അവരെ അപമാനിക്കുന്ന രൂപത്തിൽ തല്ലരുത്. ഇതൊക്കെ അതിൻ്റെ നിബന്ധനകളാണ്. അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടിക്കാനുള്ള ലൈസൻസ് അല്ല ഇത്, മറിച്ച് അടിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് പലപ്പോഴും ചിലപ്പോൾ തല്ലിപ്പോവാറുണ്ട്. അള്ളാഹു പുറത്തു തരട്ടെ. ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അടയാളം വരാൻ പാടില്ല, രക്തം പൊട്ടാൻ പാടില്ല, അപമാനിതരാകുന്ന രൂപത്തിൽ അടിക്കാൻ പാടില്ല. ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മസ്അലയാണ്. പറഞ്ഞതിൻ്റെ ചുരുക്കം, 7 വയസ്സായാൽ മക്കളോട് കൽപ്പിക്കൽ നിർബന്ധമാണ്. 10 വയസ്സായാൽ അവരെ ഈ രൂപത്തിൽ മര്യാദ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അടിക്കുകയും വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചെറിയ മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുന്നേ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവരുടെ സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടും. അവരുടെ സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടും. അത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുക. അത് ആണായാലും പെണ്ണായാലും അവരെല്ലാവരും മുറു അബ്നാഅക്കും, അബ്ന എന്ന മക്കൾ എന്ന ആ പ്രയോഗത്തിൽ ഉൾപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് വേറെയും ധാരാളം ചർച്ചകൾ കാണാം. ഈ പറഞ്ഞ വിഷയം നമ്മൾ ഓർമ്മിക്കുക, മനസ്സിലാക്കുക. മൂന്നാമത്തേത് തമീസ്, വകതിരിവെത്തുക എന്നത് നിസ്കാരത്തിന്റെ ഷർത്താണ്. 7 വയസ്സാണ് വകതിരിവിന്റെ പ്രായ പരിധി. 10 വയസ്സായാൽ കൂടുതൽ നിസ്കാരം നിർബന്ധമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് ചുരുക്കം. ഇസ്ലാമിക തർബിയത്തിലായി മക്കളെ വളർത്താനുള്ള ഒരു മഹത്തായ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക. മക്കളെ മസ്ജിദിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കാര്യബോധം എത്തുന്ന, പറഞ്ഞാൽ മനസ്സിലാവുന്ന ആ ഒരു സമയമാവുമ്പോൾ കൂട്ടി മസ്ജിദിലേക്ക് പോവാനും നിസ്കാരം കാണിച്ചു കൊടുക്കാനും ആ ഒരു തർബിയത്തിലായി വളർത്താനും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി 7 വയസ്സായിട്ടില്ല എന്ന് വിചാരിക്കുക, 5ഉം 6ഉം വയസ്സാണെങ്കിലും ചിലപ്പോൾ ചില കുട്ടികൾക്ക് നല്ല കാര്യബോധം ഉണ്ടാവും, പക്വത ഉണ്ടാവും. പള്ളിയിൽ പോയാൽ സാധാരണ കുട്ടികൾ കളിക്കുന്നത് പോലെയുള്ള കുരുത്തക്കേടുകളൊന്നും കളിക്കാത്ത, പ്രയാസം ഉണ്ടാക്കാത്ത, അവിടെ ഒച്ചപ്പാടുണ്ടാക്കാത്ത മക്കളാണെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകണം. എന്നിട്ട് നമ്മൾ അടുത്ത് നിർത്തി നിസ്കരിപ്പിക്കണം. നമ്മൾ നിസ്കരിക്കുന്നത് അവർ കണ്ട് ആ നിസ്കാരം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ അടുക്കൽ നിന്ന് കുട്ടികൾ ഇതുപോലെയുള്ള ഇസ്ലാമിൻ്റെ ബാലപാഠം പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ നേരെ മൗലവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയും, നിങ്ങൾ എന്താ ചെയ്തോളി, നിങ്ങൾക്ക് പറ്റുന്ന കോലത്തിൽ എന്താ ചെയ്തോളി, എല്ലാം പഠിപ്പിച്ചു കൊടുത്തോളൂ എന്ന് പറയാനല്ല. മറിച്ച് നമ്മുടെ നല്ലവരായ മുൻഗാമികളുടെ ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാം. എന്തിന്? സൂറത്തുൽ ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചിരുത്തി ഉപദേശിച്ച ഉപദേശം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഒരു പേജ് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പറഞ്ഞത്. തൗഹീദ് മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. നിസ്കാരം, പ്രബോധനം, സ്വഭാവം എല്ലാം അതിൽ ലുഖ്മാൻ അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു കൊടുത്തു. നമ്മളത് പറഞ്ഞു കൊടുക്കണം. നമുക്ക് പലപ്പോഴും മടിയാണ്. അതൊക്കെ നമ്മളെ പണിയല്ല. നമ്മളെ പണി ചെലവിന് കൊടുക്കുക, നല്ലോണം തീറ്റിപ്പൂറ്റുക, അത്യാവശ്യം ടൂറ് പോവുക, നല്ലോണം വസ്ത്രം എടുത്തു കൊടുക്കുക, ഇതൊക്കെ നമ്മളെ പണി. ബാക്കിയൊക്കെ മൗലവിൻ്റെ പണി. അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹ, അറബി അക്ഷരങ്ങൾ ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ, ആ കുട്ടി മരിക്കുന്നത് വരെ ഇത് പാരായണം ചെയ്താൽ അതൊരു ജാരിയായ സദഖ പോലെയാണ്. ആ കുട്ടീനെ അത് പഠിച്ച് വളർന്നതിന് വേറെ ആൾക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഖബറിലേക്ക് ആ പ്രതിഫലം വരുന്ന കാര്യമാണ്. അതുപോലെ അറബി അക്ഷരങ്ങൾ അത് പഠിച്ച് പിന്നീട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ജോലി തിരക്കാണെങ്കിൽ ഭാര്യമാരെ ഏൽപ്പിക്കണം. നമ്മൾ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ അതിന് തയ്യാറാവണം. അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മളെ കണ്ടു പഠിക്കണം. നമ്മൾ ആ രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ല ഒരു കുടുംബം വാർത്തെടുക്കാൻ നമുക്കത് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മക്കൾ പഠിക്കണം.
നമ്മളിൽ നിന്ന് നന്മകൾ പഠിക്കണം, നമ്മളിൽ നിന്ന് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കണം, നമ്മളിൽ നിന്ന് നിസ്കാരം പഠിക്കണം, നമ്മളിൽ നിന്ന് ദിക്റുകൾ പഠിക്കണം, നമ്മളിൽ നിന്ന് ഖുർആൻ പാരായണം പഠിക്കണം, നമ്മളിൽ നിന്ന് നല്ല സ്വഭാവം പഠിക്കണം. അത് മാത്രം നമ്മളെടുത്തില്ലാണ്ടുള്ളൂ. അത് മാത്രമാണ് പലപ്പോഴും ആ ഒരു പരീക്ഷയിലാണ് നമ്മൾ തോറ്റുപോകാറുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ വിഷയം പ്രത്യേകം വിശാലമായ ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ കണ്ടെത്താ ദൂരത്ത് കിടക്കുന്ന ഒരു കാര്യം പോലെയാണ് ഈ പറഞ്ഞ വിഷയം. കുടുംബം, മക്കൾ, അവരുടെ തർബിയത്ത് എന്നത്. കാരണം അത് നന്നായാൽ നമ്മുടെ ഇഹലോകവും പരലോകവും നന്നായി. അതല്ലെങ്കിൽ നമ്മുടെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടു പോകും. ദുനിയാവിൽ തന്നെ സമാധാനം കിട്ടുകയില്ല. പരലോകത്ത് നമ്മൾ നമ്മുടെ കിടുകാര്യസ്ഥത കൊണ്ട് വരുത്തിവെച്ച അബദ്ധങ്ങൾക്ക്, അപകടങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം. ഹിദായത്ത് നൽകേണ്ടത് അള്ളാഹുവാണ്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാതെ അള്ളാഹുവാണ് ഹിദായത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. എന്നിട്ട് അള്ളാഹു ഹിദായത്ത് കൊടുത്താൽ അൽഹംദുലില്ലാ. അതല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സലഫുകളിൽ ചില ആളുകളുടെ ചരിത്രം കാണാം. ഒരുപാട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മകന് വേണ്ടി നന്നാവാൻ പ്രാർത്ഥിച്ചു, ഉപദേശിച്ച് അവസാനം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ നീ എന്നെ ഇവനെ നന്നാക്കണം. ആ നന്നായി എന്നാണ് പിൽക്കാലത്ത് വലിയ പണ്ഡിതന്മാരുടെ ദർജയിലേക്ക് എത്തി എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഉപദേശിക്കുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. വിഷയം മാറിപ്പോവും, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഇണകളിൽ, നമ്മുടെ സന്താനങ്ങളിൽ അള്ളാഹുവേ നീ കൺകുളിർമ നൽകണേ. കൺകുളിർമ എന്ന് പറഞ്ഞാൽ മക്കൾ പഠിച്ച് നല്ല നിലവാരത്തിലെത്തുക എന്നത് ഭൗതികമായ കൺകുളിർമയാണ്. അതല്ല ഇവിടെ ഉദ്ദേശം. മറിച്ച് അവനവൻ്റെ ഭാര്യയും മക്കളും അള്ളാഹുവിനെ അനുസരിക്കുന്ന, ഇസ്ലാമിൻ്റെ ജീവിതം നയിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ണിന് ആനന്ദം പകരുക. കൺകുളിർമ എന്ന് പറഞ്ഞാൽ അതാണ്. അതല്ലെങ്കിൽ കണ്ണുകൾക്ക് പ്രയാസമുണ്ടാകും, കാണാൻ കഴിയില്ല. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖുർറത്തു അഅ്യുൻ, കൺകുളിർമ. അത് അങ്ങനെ തന്നെയാണ്. കണ്ണിന് കുളിർമ കിട്ടുക ഇതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അവരിലേക്ക് നോക്കുമ്പോൾ കണ്ണിന് കുളിർമ കിട്ടുകയില്ല, എപ്പോഴും പ്രയാസമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയം ചിലപ്പോൾ ആ ഭാഗത്തേക്ക് പോകും. അതുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. തൗഹീദും സുന്നത്തും സലഫുകളുടെ മാർഗവും പഠിക്കുമ്പോൾ അതോടൊപ്പം നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ സ്വഭാവം എന്നത്. ഇൻഷാ അല്ലാഹ് സന്ദർഭോചിതമായി നമുക്ക് പറയേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത്. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1 മുസ്ലിം ആയിരിക്കുക, 2 ബുദ്ധി ഉണ്ടായിരിക്കുക, 3 വകതിരിവുണ്ടായിരിക്കുക. അൽ ഇസ്ലാം, അൽ അഖൽ, അത്തമീസ്. അറബിയിൽ തന്നെ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അൽ ഇസ്ലാം, അൽ അഖൽ, അത്തമീസ്. അശ്ശർതു റാബിഅ, 4ാമത്തെ ഷർത്ത് റഫ്ഉൽ ഹദസ്. റഫ്ഉൽ ഹദസ് കിതാബ് നോക്കണില്ലേ? കിതാബ് നോക്കിയാൽ നല്ലതാണ്. ഹിഫ്ളഹു. റഫ്ഉൽ ഹദസ് വഹുവൽ വുദൂഉൽ മഅറൂഫ്. എന്താണ് റഫ്ഉൽ ഹദസ് എന്ന് പറഞ്ഞാൽ? അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക, അശുദ്ധിയെ ഉയർത്തുക എന്നാണ് പൊതുവെ അതിൻ്റെ ഒരു പ്രയോഗം. അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എങ്ങനെ? വഹുവൽ വുദൂഉൽ മഅറൂഫ്, അറിയപ്പെട്ട വുദൂ ആകുന്ന അവിടെ ഉദ്ദേശം. അഥവാ 4ാമത്തെ ഷർത്ത് എന്താണ്? അൽ വുദൂ. വുദൂ ആണ് 4ാമത്തെ ഷർത്ത്. അതിന് ഫിഖഹിന്റെ ഭാഷയാണ് എന്ത്? റഫ്ഉൽ ഹദസ്. റഫ്ഉൽ ഹദസ്. കാരണം ഹദസ് എന്നത്, അശുദ്ധി എന്നത് 2 രൂപത്തിലുണ്ട്. ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. അതിൽ അധിക സമയത്തും ആളുകൾക്കുണ്ടാവുക ഏതായിരിക്കും? ചെറിയ അശുദ്ധിയായിരിക്കും. അതുകൊണ്ടാണ് വുദൂ ഇവിടെ പരാമർശിച്ചത്. ചെറിയ ശുദ്ധി വുദൂ കൊണ്ട് ശുദ്ധിയാകും. വലിയ ശുദ്ധി എന്ത് വേണം? കുളിക്കണം. വലിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ ജനാബത്തുണ്ടാവുക,
അതല്ലെങ്കിൽ ഹൈദ്, നിഫാസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെയാണ് വലിയ അശുദ്ധി ആവാനുള്ള മാനദണ്ഡം. ഏത് അശുദ്ധിയായിരുന്നാലും അതിൽ നിന്ന് ഒന്നല്ലെങ്കിൽ കുളിക്കുക, അതല്ലെങ്കിൽ ഈ പറഞ്ഞ വുദൂ ചെയ്യുക. ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും. ചെറുതാണെങ്കിൽ വുദൂ ചെയ്താൽ മതി, വലുതാണെങ്കിൽ കുളിക്കണം. അത് നിസ്കാരത്തിന്റെ ഷർത്താണ്. ഒരാൾ അശുദ്ധിയിലായിക്കൊണ്ട് നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം എന്താവും? ശരിയാവോ? ഇല്ല, ശരിയാവുകയില്ല. അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം, അതുപോലെ നജസിൽ നിന്നും ശുദ്ധിയാവണം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കും. ഇവിടെ ശൈഖ് പറയാത്ത മറ്റൊരു വിഷയമുണ്ട്. വുദൂ ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചില്ല, വെള്ളമില്ല എങ്കിൽ എന്ത് വേണം? തയമ്മും ചെയ്യാവുന്നതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി നൽകിയിട്ടുണ്ട്. അപ്പൊ നാലാമത്തെ ഷർത്ത് റഫ്ഉൽ ഹദസ് വഹുവൽ വുദൂഉൽ മഅറൂഫ് വമൂജിബുഹു അൽ ഹദസ്. വുദൂ നിർബന്ധമാകാനുള്ള കാരണം അൽ ഹദസ്, അശുദ്ധി. അശുദ്ധി നമ്മൾ പറഞ്ഞു രണ്ട് രൂപത്തിലുണ്ട്. ഇനി സഹോദരങ്ങളെ, ഈ നാലാമത്തെ ഷർത്തിൽ നിന്ന് നമ്മൾ ഒരൽപ്പം വേറെ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അഥവാ കിതാബ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അഞ്ചാമത്തെ ഷർത്തല്ല ശൈഖ് അടുത്തത് പറയുന്നത്. പിന്നെന്താണ്? വുദൂവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. വുദൂ എന്നത് നമ്മളിപ്പോൾ പറഞ്ഞു നിസ്കാരത്തിന്റെ ഷർത്താണ്. വുദൂ ഹദസ് ഉണ്ടായാൽ ആണ് ശുദ്ധിയാവേണ്ടത്. അശുദ്ധി ഉണ്ടായാൽ, ഹദസ് എന്ന് പറഞ്ഞാൽ അശുദ്ധി, ഹദസ് അശുദ്ധി. ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മനോഹരമായ രീതിയാണ്, എന്താണ് വേണ്ടത് അതാണ് ഷെയ്ഖ് പറയുക. ഒരാൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതായിരിക്കും ഷെയ്ഖിന്റെ കിതാബിൽ പറയുക. ഈ ഷർത്തും റുക്നും വാജിബാത്തും പറയുമ്പോൾ സ്വാഭാവികമായി വുദൂഇന്റെ സ്ഥലത്തെത്തിയപ്പോൾ ഷെയ്ഖ് പിന്നെ വുദൂഇന്റെ ഷർത്തുകളും വുദൂഇന്റെ ഫർളുകളും വുദൂ മുറിയുന്ന കാര്യങ്ങളും അവിടെ സൂചിപ്പിച്ചു. അത് സഹോദരങ്ങളെ നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. വുദൂവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വുദൂഇന് ഷർത്തുകളുണ്ട്. നിസ്കാരത്തിന് ഷർത്തുകൾ പറഞ്ഞില്ലേ? ഏത് ഇബാദത്തിനും ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ പാലിക്കണം. എല്ലാ കാര്യത്തിനും എന്തുണ്ട്? ഷർത്തുണ്ട്. നിസ്കാരത്തിന് ഷർത്തുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുണ്ട്, നിസ്കാരത്തിന് ഷർത്തുണ്ട്, സകാത്തിന് ഷർത്തുണ്ട്, നോമ്പിന് ഷർത്തുണ്ട്, ഹജ്ജിന് ഷർത്തുണ്ട്. എല്ലാറ്റിനും ഷർത്തുണ്ട്. എല്ലാറ്റിനും ഷർത്തുണ്ട്. ഇസ്ലാമിൽ ഏത് ഇബാദത്ത് എടുത്താലും അതിനെല്ലാം നിബന്ധനകളുണ്ട്. ഷർത്തുകൾ യോജിക്കണം. ഷർത്തുകൾ യോജിക്കാതെ ആ അമൽ ഇല്ല. വുദൂഇന് എത്ര ഷർത്തുണ്ട്? ആരും നോക്കരുത്. എത്ര? 6. എത്ര? എണ്ണി പറയാ? എന്നാ എണ്ണി പറ. ഇതുണ്ടോ? അത് ഷർത്തല്ലേ? നിസ്കാരത്തിന് ഷർത്തല്ലേ? നീയത്ത് എന്തായാലും ഉണ്ടാവുമല്ലോ. എത്ര? ആരാ പറയാ? കിതാബ് നോക്കാതെ ആരാ പറയാ? ഇപ്പൊ എത്ര എണ്ണായി? 6 എണ്ണായി. ആയോ? മേലുണ്ടോ? എത്ര ആയിരിക്കും? ആർക്കാ അറിയാ? അബ്ബാസ്ക, വുദൂവിന്റെ ഷർത്തുകൾ എത്ര? ബുക്ക് കയ്യിലില്ല. വുദൂവിന്റെ ഷർത്തുകൾ ഷെയ്ഖ് റഹിമഹുല്ലാഹ്, അതാണ് ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞത്. ഈ കിതാബ് പഠിക്കുമ്പോൾ നമ്മുടെ ഇൽമിയായ വൈജ്ഞാനികമായ നിലവാരം നമുക്ക് ബോധ്യപ്പെടും. ആക്ഷേപിക്കാൻ പറയുന്നതല്ല. ഇസ്ലാമിൽ വളരെ ചെറിയ കുട്ടികൾ, ഒരു 6 വയസ്സുള്ള 7 വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചാൽ ഇത് പറയും. മദ്രസയിൽ പഠിക്കുന്ന കുട്ടി ഈ ഷർത്തുകൾ എണ്ണി പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എണ്ണി പറയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നത് നമ്മുടെ ന്യൂനതയാണ്. അത് ഞാനായാലും നിങ്ങളായാലും. വശുറൂതുഹു 10. എത്രയാണ്?
10 വുദൂഇന് 10 ഷർത്തുകളുണ്ട്. വുദൂഇന് 10 ഷർത്തുകളുണ്ട്. ഏതൊക്കെയാണ്? അൽ ഇസ്ലാം, കിതാബ് നോക്കുക. അൽ ഇസ്ലാം, 1 മുസ്ലിം ആയിരിക്കുക. 2 വൽ അഖ്ലു, ബുദ്ധി ഉണ്ടായിരിക്കുക. വത്തമീസ്, വകതിരിവുണ്ടായിരിക്കുക. ഇത് 3ഉം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഷർത്തുകളാണ്. ഇത് പൊതുവെ ഒരുവിധം ഇബാദത്തുകൾക്കൊക്കെ ഇത് ബാധകമാണ്. ഒരുവിധം ഇബാദത്തുകൾക്കൊക്കെ ഈ ഷർത്തുകൾ ബാധകമാണ്. മുസ്ലിം ആയിരിക്കണം, ബുദ്ധി ഉണ്ടായിരിക്കണം, വകതിരിവുണ്ടായിരിക്കണം. വുദൂഇനും അത് ബാധകമാണ്. 4-മത്തേത് വന്നിയ്യതു വസ്തിസ്ഹാബു ഹുക്മിഹാ ബിഅല്ലാ യൻവിയ ഖത്അഹാ ഹത്താ തതിമ്മ തഹാറതുഹു. അന്നിയ്യതു, 4-മത്തേത് നിയ്യത്താണ്. നിയ്യത്തുണ്ടായിരിക്കണം. അതോടൊപ്പം നിയ്യത്തിന്റെ കൂടെ ഷെയ്ഖ് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞു. എന്താണത്? നിയ്യത്ത് വുദൂ അവസാനിക്കുന്നത് വരേക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതിനിടയിൽ നിയ്യത്ത് മുറിഞ്ഞു പോകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും. അന്നിയ്യതു വസ്തിസ്ഹാബു ഹുക്മിഹാ എന്ന് പറഞ്ഞാൽ നിയ്യത്തുണ്ടായിരിക്കണം. ആ നിയ്യത്ത് കൂടെ തന്നെ ഉണ്ടായിരിക്കണം. എപ്രകാരം? ബി അല്ലാ യൻവിയ ഖത്അഹാ, നിയ്യത്ത് മുറിഞ്ഞു പോവരുത്. അതായത് വുദൂ ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് നിയ്യത്താക്കരുത്, മനസ്സിൽ കരുതരുത്. ഹത്താ തതിമ്മ തഹാറതുഹു, ശുദ്ധി വുദൂ പൂർത്തിയാവുന്നത് വരേക്കും. അത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. വൻഖിതാഉ മൂജിബിൻ, 5-മത്തേത് വൻഖിതാഉ മൂജിബിൻ, വുദൂ നിർബന്ധമാക്കുന്ന വല്ലതും പുറത്തേക്ക് പോകുന്നുവെങ്കിൽ അത് മുറിയണം, അത് അവസാനിക്കണം. 6-മത്തേത് വസ്തിൻജാഉൻ ഔ ഇസ്തിജ്മാറുൻ ഖബ്ലഹു, വുദൂഇന് മുന്നേ ഒന്നല്ലെങ്കിൽ ഇസ്തിൻജാ ചെയ്യുക, അതല്ലെങ്കിൽ ഇസ്തിജ്മാർ ചെയ്യുക. ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക. ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ കല്ലോ അതുപോലെയുള്ള കാര്യങ്ങളോ കൊണ്ട് ശുദ്ധീകരിക്കുക. ഇപ്പൊ എത്ര എണ്ണായി? 5-മത്തേത് വൻഖിതാഉ മൂജിബിൻ, വുദൂ നിർബന്ധമാക്കുന്ന വല്ലതും പോകുന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് പോകുന്നുവെങ്കിൽ അത് മുറിയണം. 6-മത്തേതാണ് ശുദ്ധീകരണം പറഞ്ഞത്, ഒന്നല്ലെങ്കിൽ വെള്ളം കൊണ്ട് അതല്ലെങ്കിൽ കല്ലുകൾ കൊണ്ട്. വതുഹൂരിയതു മാഇൻ വഇബാഹതുഹു, 7-മത്തേത് വതുഹൂരിയതു മാഇൻ, വെള്ളം ശുദ്ധിയുള്ളതായിരിക്കണം. 8 വഇബാഹതുഹു, അത് ഹലാലായിരിക്കണം. 9 വഇസാലതു മാ യംനഉ വുസൂലഹു ഇലൽ ബശറ, വുദൂഇന്റെ വെള്ളം തൊലിയിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള വല്ല കാര്യവും ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യണം. 10 വദുഖൂലുൽ വഖ്തി അലാ മൻ ഹദസുഹു ദായിമുൻ ലിഫർളിഹി, ഫർളിന് വേണ്ടി സ്ഥിരമായി നിരന്തരം ഹദസുണ്ടാകുന്ന, മൂത്രവാർച്ച പോലെയുള്ള പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫർള് നിസ്കാരത്തിന് വേണ്ടി സമയമാവണം. അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. 10 ഷർത്തുകളാണ് വുദൂഇന് ഉള്ളത്. നിസ്കാരത്തിന് എത്ര ഷർത്തുകളുണ്ട്? നിസ്കാരത്തിന് ഷർത്തുകൾ 9, വുദൂഇനോ 10. 1-മത്തേത് നമ്മൾ പറഞ്ഞു അൽ ഇസ്ലാം, അൽ അഖ്ൽ, അത്തമീസ്, 3ഉം വിശദീകരിച്ചതാണ്. 4-മത്തേത് വന്നിയ്യതു വസ്തിസ്ഹാബു ഹുക്മിഹാ, നിയ്യത്ത് ഉണ്ടായിരിക്കണം. നിയ്യത്ത് സഹോദരങ്ങളെ, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദ്, ഭാഷയിൽ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉദ്ദേശിക്കുക എന്നതാണ് അർത്ഥം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതുക, ഉദ്ദേശിക്കുക എന്നാണ് അർത്ഥം. അഥവാ നിയ്യത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നിയ്യത്ത് ചൊല്ലി പറയാൻ പാടില്ല, നാവ് കൊണ്ട് പറയാൻ പാടില്ല. നമുക്കറിയാം വുദൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാണ്? അവിടുത്തെ വുദൂഇന്റെ സന്ദർഭത്തിൽ അവിടുന്ന് ആദ്യം ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വുദൂ ചെയ്യാൻ ആരംഭിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂ വിശദീകരിച്ചിട്ടുണ്ട്. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വുദൂ ചെയ്യലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അപ്പോൾ വുദൂഇന്റെ തുടക്കത്തിൽ എന്തില്ല? ഞാൻ വുദൂ ചെയ്യുന്നു എന്ന നിയ്യത്ത്
പറയേണ്ടതില്ല. അതല്ലെങ്കിൽ നിയ്യത്ത് പൊതുവെ പറയാൻ പാടില്ല. നിയ്യത്ത് നാവ് കൊണ്ട് പറയൽ ബിദ്അത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അവസാനം അത് വരും. നിസ്കാരവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് പറയാം. അതാണ് നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതുക എന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു വുദൂഇന് നിയ്യത്ത് 3 രൂപത്തിൽ വെക്കാം. മനസ്സിൽ 3 രൂപത്തിൽ കരുതാം. ഒന്ന്, നിസ്കാരത്തിന് വേണ്ടിയാണ് വുദൂ ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതാം. എന്താ നമ്മൾ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? ഉദാഹരണത്തിന് സുബ്ഹ് നിസ്കാരത്തിന്റെ സമയമായി. സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ മസ്ജിദിലേക്ക് പോകുന്നു, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നു, അതല്ലെങ്കിൽ വീട്ടിൽ വെച്ചാണ് ദൂരെയുള്ള പള്ളി അടുത്തില്ലാത്ത ആളുകൾ നിസ്കരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വിചാരിക്കുക. നിസ്കാരത്തിന് ഒരുങ്ങുക, നിസ്കാരം ഉദ്ദേശിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് വുദൂ ചെയ്യുക എന്നതാണ് നിയ്യത്ത്. മനസ്സിലായോ? സുബ്ഹിന്റെ സമയമായി, അതുകൊണ്ട് സുബ്ഹിന് വേണ്ടി ഞാൻ വുദൂ ചെയ്യുന്നു എന്ന് പറയേണ്ടതുണ്ടോ? ഇല്ല. നിസ്കാരത്തിന് വേണ്ടി വുദൂ ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കാം. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്, റബ്ബ് കൽപ്പിച്ചതാണ് വുദൂ എന്ന് നിയ്യത്ത് വെക്കാം, എന്ന് മനസ്സിൽ കരുതാം. അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. കാരണം നിസ്കാരത്തിന്റെ ഷർത്താണ്. നിസ്കാരം ശരിയാവണമെങ്കിൽ എന്ത് വേണം? ശുദ്ധി ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ഹദസ്, റഫ്ഉൽ ഹദസ്. നമ്മൾ ഷർത്തിൽ വന്നതുപോലെ അശുദ്ധിയെ ഉയർത്താൻ, പൊതുവെ ചെറിയ ശുദ്ധി ഉള്ള ഒരാളായിരിക്കും, എല്ലാ സമയത്തും വുദൂയിലായിക്കൊള്ളണം എന്നില്ല, അതും ഉദ്ദേശിക്കാം. ഇതിലേത് ഉദ്ദേശിച്ചാലും എന്നിട്ട് നിസ്കാരം നിർവഹിച്ചാൽ അത് മതിയായതാണ്. ഇനി ഒരാൾ വുദൂ എടുത്തു ളുഹറിന് വേണ്ടി, ആ വുദൂ കൊണ്ട് അസ്ർ നിസ്കരിക്കാൻ പാടുണ്ടോ? പറ്റോ? പറ്റും. വുദൂ കൊണ്ട് അസ്ർ നിസ്കരിക്കാം. മഗ്രിബിന്, അതല്ലെങ്കിൽ ഒരാൾ തുടർച്ചയായി ഒരൊറ്റ വുദൂ കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് വിചാരിക്കാം, അയാൾക്ക് അനുവദനീയമാണ്. ഫർദിന് വേണ്ടി ഒരാൾ വുദൂ എടുത്തു, സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാം. അതിലൊന്നും യാതൊരു തടസ്സവുമില്ല. ഇതൊക്കെ മസ്അലകളായി പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണ്. ഏതായിരുന്നാലും നിയ്യത്ത് ഉണ്ടായിരിക്കണം. ആ നിയ്യത്ത് എന്ത് വേണം? അവസാനം വരെ കൂടെ ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ഒരാൾ വുദൂ എടുക്കാൻ ആരംഭിച്ചു, ബിസ്മി പറഞ്ഞു, വുദൂ എടുക്കാൻ ആരംഭിച്ചു, കൈയും ഇതൊക്കെ കഴിഞ്ഞു, മുഖം കഴുകുമ്പോൾ അയാൾക്ക് തോന്നി പള്ളിയിൽ പോയിട്ട് വുദൂ എടുക്കാം. പള്ളിയിൽ പോയിട്ട് വുദൂ എടുക്കാം എന്ന് കരുതി അതവിടെ നിർത്തിയിട്ട് പള്ളിയിലേക്ക് പോയി. പള്ളിയിലെത്തിയാൽ ബാക്കി കൈയാണോ തുടങ്ങേണ്ടത്? കൈ തുടങ്ങിയാൽ മതിയോ? ഇല്ല. ആദ്യം മുതലേ വുദൂ തുടങ്ങണം. അതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അതാണ്. നിയ്യത്ത് വുദൂവിന്റെ അവസാനം വരെ ഉണ്ടായിരിക്കണം. അതിനിടയിൽ വുദൂ എടുക്കുന്നില്ല എന്ന് നിയ്യത്താക്കിയാൽ അതോടുകൂടി അയാളുടെ നിയ്യത്ത് പോയി, കഴിഞ്ഞു. പിന്നെ വീണ്ടും മടക്കി ചെയ്യണം എന്ന് ചുരുക്കം. അഞ്ചാമത്തെ ഷർത്ത് വൻഖിതാഉ മൂജിബിൻ, വുദൂ നിർബന്ധമാക്കുന്ന വല്ലതും വരുന്നുവെങ്കിൽ, പുറത്തേക്ക് പുറപ്പെടുന്നുവെങ്കിൽ അത് പൂർത്തിയായിരിക്കണം, അത് നിൽക്കണം. ഉദാഹരണത്തിന് ഒരാൾ മൂത്രമൊഴിച്ച് അത് കഴിയണം, അത് പൂർത്തിയാവണം. അതല്ലെങ്കിൽ വുദൂ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കീഴ്വായു പുറപ്പെട്ടു, അത് മുഴുവനും പൂർത്തിയായതിന് ശേഷം മാത്രമേ വുദൂ ചെയ്യാൻ ആരംഭിക്കാൻ പാടുള്ളൂ. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കൈ കഴുകി തുടങ്ങരുത്, ശരിയാവൂല, വുദൂ ശരിയാവുകയില്ല. വുദൂ നിർബന്ധമാക്കുന്ന സംഗതി ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുവെങ്കിൽ അത് പോയി തീരണം, പൂർത്തിയാവണം. അത് പൂർത്തിയാവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് പല ആളുകളും, ജനങ്ങൾ 3 തട്ടിലാണ് ഈ വിഷയത്തിൽ. പണ്ഡിതന്മാർ പറഞ്ഞു, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പരിഗണിക്കാതെ പെട്ടെന്ന് എഴുന്നേറ്റ് അത് വൃത്തിയായോ തീർന്നോ എന്നൊന്നും പരിശോധിക്കാതെ ചാടി എഴുന്നേറ്റ് വേഗം വുദൂ ചെയ്യും. ഇപ്പോൾ ബാത്റൂമിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇത് കഴിഞ്ഞ് ഉടനെ ഇപ്പുറത്തേക്ക് വന്ന് ചെയ്യും, അത് പൂർത്തിയായോ എന്ന് ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
രണ്ടാളുകൾ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് രണ്ടാളുകൾക്കുള്ള തെറ്റ്? ഒരാൾ മൂത്രത്തിന്റെ കാര്യത്തിൽ ശുദ്ധി പാലിക്കാത്ത ആളാണ്, മറ്റേയാൾ നമീമത്തുമായി നടക്കുന്നയാളാണ്. നമീമത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഇവിടെ നിർത്ത് അവിടെ കൊടുക്കുക, അവിടെ നിർത്ത് ഇവിടെ കൊടുക്കുക, എന്നിട്ട് കുഴപ്പമുണ്ടാക്കുക. ഈ രണ്ട് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ അവരാണ് അവിടെ ശിക്ഷിക്കപ്പെട്ടത്. അതിൽ ഒരാൾ മൂത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധ പുലർത്താത്ത ആളായിരുന്നു. രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, എത്ര മൂത്രമൊഴിച്ചാലും തീരൂല, ഒരുപാട് സമയം ടോയ്ലറ്റിൽ ഇരുന്ന് തീർന്നോ ഇങ്ങനെ ആലോചിച്ച് വസ്വാസിൽ എത്തിപ്പെടുന്ന ആളുകളുണ്ട്. മൂന്നാമത്തെ വിഭാഗമാണ് മധ്യമ നിലപാട്. ആവശ്യം കഴിഞ്ഞു, വേഗം എഴുന്നേൽക്കുക, ഇതാണ് ശരിയായ നിലപാട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ മൂത്രത്തിന്റെ കാര്യത്തിലല്ലെങ്കിലും കീഴ്വായി പുറപ്പെടുന്ന ഒരു അനുഭവം ചിലപ്പോൾ ഉണ്ടായിരിക്കും. എപ്പോഴായിരിക്കും നമ്മൾ വുദു എടുക്കാൻ പോകുമ്പോൾ അതിങ്ങനെ പോവുകയാണെങ്കിൽ അത് പോയി തീരണം, നിർത്തണം, എന്നിട്ട് മാത്രമേ വുദു ആരംഭിക്കാൻ പാടുള്ളൂ. ആറാമത്തത് വസ്തിൻജാഉൻ ഔ ഇസ്തിജ്മാറുൻ ഖബ്ലഹു. ഷർത്ത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അല്ലേ? ഷർത്ത് 10 പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. വസ്തിൻജാഉൻ ഔ ഇസ്തിജ്മാറുൻ ഖബ്ലഹു, വുദൂഇന് മുന്നേ ശുദ്ധീകരിക്കണം, ഒന്നല്ലെങ്കിൽ വെള്ളം കൊണ്ട്. ഇസ്തിൻജ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്നതിനാണ് അൽ ഇസ്തിൻജാ എന്ന് പറയാ. എന്താണ് അൽ ഇസ്തിൻജ? അൽ ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ കല്ലുകൾ കൊണ്ട് ശുദ്ധീകരിക്കുന്നതിനാണ് അങ്ങനെ പറയുക. ഇത് വുദൂഇന്റെ മുന്നേ ചെയ്യണം. ഒരാള് മൂത്രമൊഴിച്ചു എന്ന് വിചാരിക്കുക, ഫിഖ്ഹാകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചധികം കേൾക്കും. എന്നിട്ട് അയാൾ ശുദ്ധീകരിക്കുന്നതിന് മുന്നേ പോയി വുദു എടുത്തു, പാടുണ്ടോ? ഇല്ല. ശുദ്ധീകരിക്കുന്നതിന് മുന്നേ വുദു എടുക്കാൻ പാടില്ല. മറിച്ച് ഇത് കഴിഞ്ഞു, പൂർത്തിയായി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് അവസാനിച്ചതിന് ശേഷം പിന്നെ എന്ത് വേണം? അത് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കണം. ഇനി വെള്ളം ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ കല്ലുകൾ കൊണ്ട്, നമുക്കറിയാം, കല്ലുകൾ കൊണ്ട് അത് 3 തവണ ചെയ്യണം. 3 കല്ലുകൾ കൊണ്ട്, അതല്ലെങ്കിൽ ഒരു കല്ലാണെങ്കിൽ അതിൻ്റെ 3 ഭാഗം കൊണ്ട്. ഇനി കല്ലില്ല, ആധുനിക കാലഘട്ടത്തിൽ ടിഷ്യൂ പേപ്പർ അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഏതായിരുന്നാലും സംഗതി നീങ്ങിയാൽ മതി, കാര്യം നീങ്ങിയാൽ മതി, ഈ ഹദസ് ശരീരത്തിൽ നിന്ന് പോയാൽ മതി എന്ന് ചുരുക്കം. അപ്പൊ അത് വുദൂഇന്റെ മുന്നെയാണ് ചെയ്യേണ്ടത്, വുദൂഇന്റെ മുന്നേ. അത് ഈ പറഞ്ഞ പോലെ 3 തവണ. ഇനി ഒരാൾക്ക് അധികരിപ്പിക്കണമെങ്കിൽ 4-ൽ നിർത്താതെ 5, അതല്ലെങ്കിൽ 6-ൽ നിർത്താതെ 7, അങ്ങനെ ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന രൂപത്തിൽ വൃത്തിയാക്കുക എന്നത് പണ്ഡിതന്മാർ പറഞ്ഞു. അതാണ് സുന്നത്തായ രീതി. ഇസ്തിൻജാവും ഇസ്തിജ്മാറും. ഇസ്തിജ്മാറിന് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുത്തെ കുറിച്ച് സഹാബത്ത് പറഞ്ഞു, വനഹ അനിർ റൗസി വൽ ഇളാം, മൃഗങ്ങളുടെ കാഷ്ടത്തിന് അവശിഷ്ടം, മൃഗങ്ങളുടെ കാഷ്ടം അതുപോലെ എല്ലുകൾ കൊണ്ട് ശുചീകരണം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പേപ്പർ, കടലാസ്, അതിൽ ഖുർആൻ അതല്ലെങ്കിൽ ദീനി ആയ വിഷയങ്ങൾ എഴുതപ്പെട്ട അങ്ങനെയുള്ള പേപ്പറുകൾ ഉപയോഗിക്കരുത്. മറിച്ച് സാധാരണ രൂപത്തിലുള്ള കാര്യങ്ങൾ, പേപ്പറുകൾ, ടിഷ്യൂ പേപ്പർ, അതൊക്കെ ഉപയോഗിക്കാം. അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായിരുന്നാലും വുദൂഇന് മുന്നേ അത് ചെയ്യണം, ഒന്നല്ലെങ്കിൽ വെള്ളം കൊണ്ട്, അതല്ലെങ്കിൽ കല്ലുകൾ അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ഇനി എത്ര എണ്ണം പറഞ്ഞു? അൽ ഇസ്ലാം, അൽ അഖ്ൽ, അൽ തമീസ്, വന്നിയത്തു, പിന്നെ വുദു നിർബന്ധമാക്കുന്ന കാര്യം 5. പിന്നെ ഇസ്തിൻജാഉൻ ഇസ്തിജ്മാറുൻ ഖബ്ലഹു 6. ഏഴാമത്തത് വതുഹൂരിയതു മാഇൻ, വെള്ളം ശുദ്ധി ഉള്ളതായിരിക്കണം. വെള്ളം ശുദ്ധി ഉള്ളതായിരിക്കണം. വെള്ളവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വെള്ളം പല രൂപത്തിലുണ്ട്. പണ്ട് മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വെള്ളം എത്ര രൂപത്തിലുണ്ട്? 3 രൂപത്തിൽ. ഏതൊക്കെയാണത്? അല്ല, അങ്ങനല്ല.
പറഞ്ഞത് ശരി. അല്ല, അത് വെള്ളത്തിന്റെ വേറെ രൂപമാണ്. തഹൂർ, താഹിർ, മുതനജിസ്. അങ്ങനെയാണ് പൊതുവെ നമ്മൾ പഠിച്ചത്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ട് ഇതാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ ശുദ്ധി ഉള്ളത്, നജിസ് ഉള്ളത്, അങ്ങനെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും വെള്ളം ശുദ്ധി ഉള്ളതായിരിക്കണം. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, അത് പല രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹു ഇറക്കിയതുപോലെ, ഇപ്പൊ മഴവെള്ളം, അതല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം, എങ്ങനെയാണോ ഉള്ള അതിൻ്റെ അസ്ലിയായ രൂപത്തിൽ നിലനിൽക്കുന്ന വെള്ളം. ഇപ്പോൾ കിണറ്റിലെ വെള്ളം, കുളത്തിലെ വെള്ളം, ഹൗദിലെ വെള്ളം, ഇങ്ങനെ അസ്ലിയായ രൂപത്തിൽ ബാക്കി നിൽക്കുന്ന വെള്ളം, ശുദ്ധിയുള്ള വെള്ളം, സാധാരണ നല്ല തെളിഞ്ഞ ശുദ്ധിയുള്ള വെള്ളം. അതിന് ബോട്ടിൽ കിട്ടുന്ന വെള്ളമായാലും ശുദ്ധിയുള്ള വെള്ളം, ഒരു മാറ്റവും വരാതെ അസ്ലിയായ രൂപത്തിൽ അവശേഷിക്കുന്ന വെള്ളം. അതുകൊണ്ട് വുദു എടുക്കാൻ പറ്റുമോ? വുദു എടുക്കാം. അതാണ് വുദു എടുക്കേണ്ടത്, ശുദ്ധിയുള്ള വെള്ളം. രണ്ടാമത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ അതിന് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ അതിൻ്റെ നിറം മാറി, അതല്ലെങ്കിൽ രുചി മാറി, അതല്ലെങ്കിൽ മണം മാറി. എങ്ങനെയാണ് മാറിയത്? ശുദ്ധിയുള്ള എന്തെങ്കിലും അതിൽ വീണു. ശുദ്ധിയുള്ള എന്തെങ്കിലും അതിൽ വീണിട്ട് അതിൻ്റെ നിറമോ രുചിയോ മണമോ മാറി എന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് ഒരു ഹൗദ്, ആ ഹൗദിൽ കുറേ ഇലകൾ, മരത്തിൻ്റെ കഷ്ണം ഒക്കെ വീണു എന്ന് വിചാരിക്കാം, പേപ്പറൊക്കെ വീണു. അതിൻ്റെ നിറം മാറിയിട്ടുണ്ട്, രുചി മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് വുദു എടുക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? പറ്റുമോ? പറ്റുമോ? ആരില്ല എന്ന് പറഞ്ഞാല് അല്ല, ചോദിച്ചാണ്. പറ്റൂലേ? പറ്റും. അത് ശുദ്ധിയുള്ള വെള്ളത്തിന്റെ പരിധിയിൽ തന്നെയാണ് വരിക. അതല്ലെങ്കിൽ നമ്മളാകെ ഇടങ്ങാറായി പോകും. ഇപ്പൊ കിണറ്റിലെ വെള്ളം ചിലപ്പോൾ കളറ് മാറിയിട്ടുണ്ടാവും, ഹൗദിലെ വെള്ളം നിറം മാറിയിട്ടുണ്ടാവും. അപ്പോൾ കുറേ നാൾ വൃത്തിയാക്കാതെ വെച്ചാൽ സാധാരണ വെള്ളത്തിന്റെ കളറിൽ നിന്ന് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. നമുക്ക് ദീനിൽ അള്ളാഹു എളുപ്പം തന്നിട്ടുണ്ട്, അത് വുദു എടുക്കാം. മൂന്നാമത്തെ ഒരു ഇനം എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള സംഭവം തന്നെയാണ്, അത് കലർന്നുകൊണ്ട് ഇതുപോലെ രൂപവും നിറവും മണവും ഒക്കെ മാറി, പക്ഷെ വെള്ളം എന്ന പേരിൽ നിന്ന് അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വെള്ളം എന്ന് പറയൂല. ഉദാഹരണത്തിന് ഒരു ബോട്ടിൽ വെള്ളം, അത് ദ്രാവക രൂപത്തിലാണ്, പക്ഷേ അതിൽ പാലൊഴിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ചായപ്പൊടി വീണിട്ടുണ്ട്. അപ്പൊ എന്തായി? അത് ദ്രാവകമാണ്, വെള്ളം തന്നെയാണ് അല്ലേ? പക്ഷെ അതിന് പേരെന്തായി? മാറി. വെള്ളം എന്ന് പറയോ? ഇല്ല. അപ്പൊ പാല് ചേർത്താൽ എന്ത് പറയും? പാലും വെള്ളം എന്ന് പറയും. ചായപ്പൊടി ആണെങ്കിൽ ചായ എന്ന് പറയും. വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ജ്യൂസ് എന്നാണ് പറയുക. അതിന്റെ പേര് മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇളനീർ വെള്ളം, തേങ്ങ വെള്ളം, വെള്ളമാണ്, പക്ഷെ എന്തല്ല, സാധാരണ വെള്ളമല്ല, പേര് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വുദു എടുക്കാൻ പാടുണ്ടോ? പറ്റുമോ? ശുദ്ധിയുള്ളതാണ്, ശുദ്ധിയുള്ളല്ലേ? പാടുണ്ടോ? ഇല്ല. വുദു എടുക്കാൻ പാടില്ല. എത്ര എണ്ണായി? 3 ഇനങ്ങളായി. നാലാമത്തത് ഒരു വെള്ളം, ആ വെള്ളത്തിൽ ഒരൽപ്പം നജസ് വീണിട്ടുണ്ട്, പക്ഷേ നിറമോ രുചിയോ മണമോ ഒന്നും മാറിയിട്ടില്ല, അതങ്ങനെ തന്നെ ഉണ്ട്. ഒരു കേടുപാടും ആ വെള്ളത്തിന് സംഭവിച്ചിട്ടില്ല. എന്നാൽ അതിലൊരൽപ്പം നജസ് വീണിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കാണുന്നു, അറിഞ്ഞു. വുദു എടുക്കാൻ പാടുണ്ടോ? ഇല്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ? 2 ആള്. ബാക്കി എല്ലാവരും പറ്റുമെന്ന് പറയുന്ന ആൾക്കാരാ? പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? നജസ് വീണാൻ പറ്റൂല. നിറമോ രുചിയോ മണോ ഒന്നും മാറിയിട്ടില്ല. പറ്റുമോ? പറ്റില്ല. ഒരു ഉറച്ചു നിൽക്കുന്നുണ്ട്. പറ്റൂ. അളവൊന്നും ഇവിടെ പരിഗണനയില്ല. നിറമോ രുചിയോ മണമോ ഒന്നും മാറിയിട്ടില്ല, പക്ഷെ ഒരല്പം നജസ് വീണിട്ടുണ്ട്. പറ്റൂല. പറ്റൂല. അതിന്റെ ഒന്നും മാറിയിട്ടില്ല. നിറമോ രുചിയോ മണോ ഒന്നും മാറിയിട്ടില്ല. അങ്ങനെ തന്നെ ഉണ്ട്.
പറ്റുമെന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറ്റിൽ നായ അതുപോലെയുള്ള അങ്ങനെയുള്ള പല അവശിഷ്ടങ്ങളും അതിലുണ്ടാവാറുണ്ടായിരുന്നു. സഹാബത്ത് അതിൽ നിന്ന് വുദു എടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ നിറമോ രുചിയോ മണമോ ഒന്നും മാറിയിട്ടില്ല. അതാണ് നിബന്ധന. നിറമോ മണമോ രുചിയോ മാറിയിട്ടില്ല. അതങ്ങനെ തന്നെ ഉണ്ട്. എന്നാൽ ഒരൽപ്പം, എന്താണ് നാലാമത്തെ ഇനം, വുദു എടുക്കാം. അഞ്ചാമത്തെ ഒരു ഇനം, വെള്ളം നജസ് വീണു. നിറം അല്ലെങ്കിൽ രുചി അല്ലെങ്കിൽ മണം, ഇതിലേതെങ്കിലും ഒന്ന് അതല്ലെങ്കിൽ എല്ലാം മാറിയിട്ടുണ്ട്. വുദു എടുക്കാൻ പാടുണ്ടോ? ഇല്ല, അത് വുദു എടുക്കാൻ പാടില്ല. ആദ്യം പറഞ്ഞ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞ ശുദ്ധിയുള്ള വെള്ളത്തിലാണ് പെടുക. രണ്ടാമത്തെ രണ്ടെണ്ണം, ബാക്കിയുള്ള രണ്ടെണ്ണം നജസ് കലർന്ന വെള്ളത്തിലാണ് പെടുക. പക്ഷേ ആദ്യം പറഞ്ഞ എന്തില്ല, അതിന് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നൽ മാഅ തഹൂറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും വെള്ളം ശുദ്ധിയുള്ളതാകുന്നു. ലാ യുനജ്ജിസുഹു ശൈഉൻ, അതിനെ യാതൊന്നും നജിസാക്കുകയില്ല, മലിനമാക്കുകയില്ല. അപ്പൊ നിറമോ രുചിയോ മണോ ഒന്നും മാറാത്ത ഒരു വെള്ളം അതിൽ നജസ് വീണാലും ശരി, അതെന്തല്ല, നജസായിട്ട് പരിഗണിക്കൂല. നജസായിട്ട് പരിഗണിക്കൂല. അത് വുദുവിന്റെ കാര്യത്തിലാണ് കേട്ടോ. ഒരു ഗ്ലാസ് ചായയിൽ എന്തെങ്കിലും സംഭവം വീണിട്ട് അത് കുടിച്ചിട്ട് ഫിഖ്ഹിൽ പഠിച്ചു എന്ന് പറയരുത്. ഇത് വുദുവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അല്ലാതെ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന വിഷയം ഇതിനോട് കിയാസാക്കരുത്. സാന്ദർഭികമായി സൂചിപ്പിച്ചാണ്. വുദു ബക്കറ്റ് വെള്ളത്തിൽ ആ ആ അത് ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ നോക്കണം. നിറമോ രുചിയോ മണോ മാറിയോ നോക്കണം. അത് എന്തായാലും എന്തെങ്കിലും ചെറിയ കുറച്ച് അളവ് കുറവാണെങ്കിൽ അത് നായ പൊതുവെ നായ അതെ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ വലിയൊരു അളവിലാണെങ്കിൽ അത് പ്രത്യേകം ചില അളവുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില അളവ്, കൂടുതൽ അളവ്, ഇപ്പോൾ 200 ലിറ്റർ അങ്ങനെയുള്ള ഒരു വെള്ളത്തിൽ ഈ പറഞ്ഞ എന്ത് ചെയ്താലും അത് പരിഗണിക്കൂല. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ ചെറിയ അളവിലാണെങ്കിൽ, ഇപ്പൊ നായ അതിന്റെ വായ അതിൻ്റെ അത് വീണു നമ്മൾ കാണുകയാണ്, അത് ഒഴിവാക്കലാണ് നല്ലത്. അത് നജിസായി പരിഗണിക്കാം. അല്ലാഹു അഅലം. അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. 5 കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ 3ഉം ശുദ്ധിയുള്ളതാണ്. അതിൽ 2 കൊണ്ട് എന്ത് ചെയ്യാം, വുദു എടുക്കാം. 1 വുദു എടുക്കാൻ പാടില്ല, അത് നജസായത് കൊണ്ടതല്ല, പക്ഷേ അത് വുദു എടുക്കാൻ കൊള്ളില്ല. രണ്ടാമത്തെ ഭാഗം പറഞ്ഞ 2 എണ്ണം, അതിലൊന്ന് നമുക്ക് വുദു എടുക്കാം, രണ്ടാമത്തത് വുദു എടുക്കാൻ പാടില്ല. ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം അടുത്തതായി പറഞ്ഞു, ഇബാഹത്തുഹു, വെള്ളം ഹലാലായിരിക്കണം. വെള്ളം ഹലാലായിരിക്കണം. ഒരാള് കട്ടുകൊണ്ടുവന്ന വെള്ളം എടുത്ത് വുദു എടുത്തു, പാടുണ്ടോ? പാടില്ല. എന്നാൽ അയാളുടെ നിസ്കാരം ശരിയാവോ? നിസ്കാരം ശരിയാവും, പക്ഷേ കട്ടുകൊണ്ടുവന്നതിന് ശിക്ഷയുണ്ടാകും. അതുപോലെ തട്ടിപ്പറിച്ചു കൊണ്ടുവന്നാൽ അതിന് ശിക്ഷയുണ്ടാകും. എന്നാൽ അയാളുടെ നിസ്കാരം എന്താവും? ശരിയാവും. നിസ്കാരം ശരിയാവും. അത് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു മസ്അലയാണ്. അത് ഞാൻ പറഞ്ഞു അത് അളവ് പരിഗണിക്കും. അതാണ് 2 കുല്ലത്ത് 200 ലിറ്റർ എന്നൊക്കെ ചർച്ചകളുണ്ട്. അത് കുറച്ച് ഒരല്പം കുറെ ഉണ്ടെങ്കിൽ എന്തില്ല, അത് ബാധിക്കുകയില്ല. കടൽ വെള്ളം വുദു എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് കടലിലെ വെള്ളത്തെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, അത്തഹൂറു, കടലിലെ വെള്ളം അത് ശുദ്ധിയുള്ളതാണ്. അൽഹില്ലു മൈതതുഹു, കടലിലെ ശവം അത് ഹലാലുമാണ്. കടലിൽ നിന്ന് ജീവനില്ലാതെ കിട്ടിയാൽ മത്സ്യം അത് നമുക്ക് എന്തില്ല, അത് ഹലാലാണ്. അപ്പൊ കടലിലെ വെള്ളത്തിൽ വുദു എടുക്കാം.
അത് സഹാബത്ത് ചോദിച്ചതാണ്. കടലിൽ പോകുമ്പോൾ കടലിലെ വെള്ളം കൊണ്ട് വുളു എടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് വുളു എടുക്കാം. ശരി, അടുത്ത നമ്മളെന്താ പറഞ്ഞത്? തുഹൂരിയത്തുൽ മാഇ വ ഇബാഹത്തുഹു, വെള്ളം ശുദ്ധിയുള്ളതായിരിക്കണം, അത് ഹലാലായിരിക്കണം. ഒൻപതാമത്തത് വ ഇസാലതു മാ യംനഉ വുസൂലഹു ഇലൽ ബശറ, തൊലിയിലേക്ക് വെള്ളം കടക്കാതിരിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. ഉദാഹരണത്തിന് ചില പെയിന്റ് അതല്ലെങ്കിൽ കട്ടിയുള്ള അങ്ങനെ എന്തെങ്കിലും ശരീരത്തിലുണ്ട്, വുളുവിൻ്റെ അവയവങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ട്, വെള്ളം തൊലിയിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന ഒരവസ്ഥയാണെങ്കിൽ അത് നീക്കം ചെയ്യാതെ വുളു ചെയ്യാൻ പാടില്ല. അത് ഏത് രൂപത്തിലാണോ സാധിക്കുന്നത് നമ്മളങ്ങനെ നീക്കം ചെയ്യണം. അത് ഏത് കാര്യമായാലും ശരി, അത് പറഞ്ഞ പോലെ പെയിന്റ് ആയാലും അതല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ലത് എന്തായാലും അത് പോക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പെയിന്റ് ആണെങ്കിൽ അത് പോക്കിക്കളയാനുള്ള, മോതിരം അമർന്നു കിടക്കുകയാണെങ്കിൽ അതൊന്ന് അനക്കൽ നല്ലതാണ്, അത് അനക്കണം. അത് ഇൻഷാ അല്ലാഹ് ഫർളുമായി ബന്ധപ്പെട്ട് ആ വിഷയം വരും. താടി, മോതിരം ഇതൊക്കെ വരും, അത് അനക്കിയാൽ മതി. അതിലേക്ക് വെള്ളം കിടക്കുന്നില്ല എങ്കിൽ അനക്കണം. അപ്പോൾ ഒൻപതാമത്തെ ഷർത്ത് ഇതാണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർ, അതുപോലെ സ്ത്രീകൾ ഇങ്ങനെയുള്ള നെയിൽ പോളിഷ് പോലെയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പരമാവധി പോയിപ്പിക്കണം. വെള്ളം ഉള്ളിൽ കിടക്കുന്നോ നോക്കണം. വെള്ളം ഉള്ളിൽ കിടക്കൂല എന്നുണ്ടെങ്കിൽ വുളു ശരിയാവൂല. അത് കുറെ സമയം വെറുതെ പോകുന്നുണ്ട്, പോക്കിക്കളയാറുണ്ട്. നിങ്ങൾ ആ സമയം വെച്ച് ചേരണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചേരണ്ടിയാൽ മതി, അല്ലെങ്കിൽ അതിന് നേരത്തെ ചേരണ്ടിയാൽ മതി. ഇനിയിപ്പോൾ ആ സമയത്താണെങ്കിൽ അതുകൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തില്ല, വേറെ പ്രത്യേകിച്ച് കുറ്റം കിട്ടാനില്ല. കാരണം നിങ്ങൾ ഇത് ശരിയാവാതെ ജമാഅത്തിന് പോയിട്ട് കാര്യമില്ലല്ലോ. ഒഴികഴിവുണ്ട്, എഴുതറുണ്ട്, മനഃപൂർവ്വം അല്ലാതെ ആണെങ്കിൽ. മനസ്സിലായി? പരമാവധി പോയിപ്പിക്കുക, പരമാവധി ഫത്തഖുല്ലാഹ മസ്തതഅതും, സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കുക. അത് പോകും, പൊതുവെ കുറെ സമയം വരുത്തിയാൽ പോകും. അത് തൊലി അത് അങ്ങനെ തന്നെ പിടിക്കാതിരുന്നാൽ മതിയല്ലോ. കയ്യിലാവാറുണ്ട്, നമ്മൾ പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട്, പോവാറുണ്ട്. ഏതായാലും പോയിപ്പിക്കാൻ ശ്രദ്ധിക്കുക. പത്താമത്തത് വദുഖൂലുൽ വഖ്തി അലാ മൻ ഹദസുഹു ദായിമുൻ ലിഫർളിഹി. പത്താമത്തെ കാര്യം സമയമാവണം. ആർക്ക്? ഇത് ഒരാൾക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ട നിബന്ധനയാണ്. അഥവാ അലാ മൻ ഹദസുഹു ദായിമുൻ, സ്ഥിരമായി ഹദസ് ഉണ്ടാകുന്ന, ശുദ്ധി ഇല്ലാതിരിക്കുന്ന, അശുദ്ധിയിലായിരിക്കുന്ന ആളുകൾക്ക് ഫർള് നിസ്കാരത്തിന് വേണ്ടി സമയമായി കഴിഞ്ഞാൽ മാത്രമേ അയാൾ വുദു എടുക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, മൂത്രവാർച്ച, അതുപോലെ കീഴ്വായു പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ ഉള്ള ആളുകളുണ്ട്. അത്തരം ആളുകൾ എന്ത് വേണം? നേരത്തെ വുദു എടുത്തു വെക്കാൻ പാടില്ല. അത്തരം ആളുകൾ നിസ്കാരത്തിൻ്റെ സമയമായാൽ മാത്രമേ വുദു എടുക്കാൻ പാടുള്ളൂ. പണ്ഡിതന്മാർ ഒരുപാട് ആ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അഥവാ ഒരാൾക്ക് സ്ഥിരമായി മൂത്രവാർച്ച ഉള്ള ആളാണ് എന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞില്ല നമ്മൾ, വസ്വാസിന്റെ ചില ആളുകളുണ്ട്, എത്ര മൂത്രമൊഴിച്ചാലും എത്ര കഴുകിയാലും വൃത്തിയാവാത്ത ഒരു തോന്നൽ, അത് പലപ്പോഴും വസ്വാസ് ആയിരിക്കും. പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് വേഗം എഴുന്നേൽക്കണം. കുറേ സമയം ടോയ്ലറ്റിൽ കഴിച്ചു കൂട്ടുക എന്നുള്ളത് അത് ശരിയല്ല. അങ്ങനെ ഇരുന്നാൽ തന്നെ കുറേ വസ്വാസം ഉണ്ടാവും. കൂടിയിരിക്കണോ? ശരി. അപ്പൊ അത്തരം ആളുകൾ ഫർളിന് സമയം വേണം. സമയം ആയിക്കഴിഞ്ഞാൽ മാത്രമേ വുദു എടുക്കാൻ പാടുള്ളൂ, അതിനു മുന്നേ വുദു എടുക്കാൻ പാടില്ല. അത്തരം ആളുകൾക്ക് ചില അവസ്ഥകളുണ്ട്. ഒന്ന്, ഈ ആളുകൾക്ക് അറിയാം ഇന്ന സമയത്താണ് ഇത് ഉറ്റുക. ഇപ്പൊ ഒരു മൂത്രമൊഴിച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ഉറ്റുക, പിന്നെ ഇത് വരിക എന്ന് അയാൾക്ക് അറിയാം. മനസ്സിലായോ? മൂത്രവാർച്ചയുള്ള ആൾക്ക് അയാൾക്ക് അറിയാം എത്ര സമയം കൊണ്ടാണ് ഇയാൾക്ക് അടുത്തത് വരിക. മൂത്രമൊഴിച്ചു, എന്നിട്ട് എഴുന്നേറ്റു, പിന്നെ ഒരു 10 മിനിറ്റ്, കാമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് പിന്നെ ഉറ്റുക എങ്കിൽ അതിനോട് സമയം ക്രമീകരിച്ചിട്ട്
അയാൾ എന്ത് വേണം? നിസ്കാരം നിർവഹിക്കണം. അപ്പോൾ അവസാനം ഇമാമ് ഇഖാമത്ത് കൊടുക്കുന്ന ആ സമയത്ത് എന്ത് ചെയ്യുക? വേഗം പോയിട്ട് വുദു കൊടുക്കുക, നിസ്കരിക്കുക. ബാക്കി പിന്നെ എന്തായാലും അയാൾ എന്തില്ല, ശ്രദ്ധിക്കേണ്ടതില്ല. നിസ്കാരത്തിന്റെ ഇടയിൽ ഇത് ഇറ്റിയോ പോയോ വന്നോ എന്നൊന്നും നോക്കേണ്ടതില്ല, അതൊന്നും നോക്കേണ്ടതില്ല. അതാണ് ഒന്നാമത്തെ അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൃത്യമായി സമയം അയാൾക്ക് അറിയൂല. ഇന്ന സമയത്ത് ഇത് പോകുന്നുള്ളത് അറിയില്ല. വുദു എടുത്തു, ചിലപ്പോൾ അപ്പം തന്നെ ഇറ്റു, മൂത്രം ഒഴിച്ചു, ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ പിന്നെ ഇറ്റു, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇറ്റു. അങ്ങനെ ഒരു സമയപരിധി ഇല്ലാതെയാണ് ഉറ്റുന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മൂത്രമൊഴിക്കുക, വൃത്തിയാക്കുക, എന്നിട്ട് പോയി നിസ്കരിക്കുക. മൂത്രമൊഴിക്കുക, വൃത്തിയാക്കുക, എന്നിട്ട് പോയി നിസ്കരിക്കുക. വേണമെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആ സ്ഥലത്ത് ടിഷ്യൂ പേപ്പറോ തുണിയോ പോലെയുള്ളത് വെക്കാം. അങ്ങനെയുള്ളത് വെക്കുക, എന്നിട്ട് നിസ്കരിക്കുക. ബാക്കി ഫത്തഖുല്ലാഹ മസ്തതഅതും, അള്ളാഹുവിനെ സാധിക്കുന്ന രൂപത്തിൽ സൂക്ഷിക്കുക എന്നതാണ്. അതല്ലാതെ അത് പിന്നെ ആലോചിച്ചിട്ട് എന്തില്ല, പ്രയാസപ്പെടേണ്ടതില്ല. നിസ്കാരം ശരിയാവോ, നിസ്കാരം പോയി പോവോ, വുദു മുറിഞ്ഞോ, ഇതൊന്നും ആലോചിച്ച് സമയം കളയേണ്ടതില്ല. ഇതാണ് രണ്ടവസ്ഥകൾ. മൂത്രവാർച്ചയുള്ള ഇങ്ങനെയുള്ള ആളുകളുടെ രണ്ടവസ്ഥകൾ ഇതാണ്. ഒന്ന് കൃത്യമായി സമയം അറിയും, രണ്ടാമത്തത് കൃത്യമായി സമയം അറിയില്ല. സമയം അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനിടയിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാത്ത ആളുകളാണെങ്കിൽ സാധാരണ പോലെ ചെയ്യുക, തുണിയോ വല്ലതോ വെച്ച് വേഗം പോയി നിസ്കരിക്കുക. അതന്നെ, ഒക്കെ ഇതിൽ പരിധിയിൽ വരും, ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അതൊക്കെ വേറെ നിവൃത്തിയില്ല. നിസ്കാരം ഒഴിവാക്കാനുള്ള വകുപ്പില്ല. പരമാവധി സൂക്ഷിക്കുക, പരമാവധി ശ്രദ്ധിക്കുക എന്ന് മാത്രം. ഒക്കെ ആ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് 10 ഷർത്തുകൾ. 10 ഷർത്തുകൾ ഇതാണ് വുളൂഇന്റെ 10 ഷർത്തുകൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ബാക്കി ഇനി ഫർളുകൾ പഠിക്കാനുണ്ട്, അതുപോലെ വുളൂ മുറിയുന്ന കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഒരുപാട് മസ്അലകളാണ് പലതും നമ്മൾ പറഞ്ഞത്. ഇത് പറയാത്ത മസ്അലകൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ പഠിക്കണം. ഓരോന്നും സാന്ദർഭികമായി പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള മസ്അലകളാണ്. അതല്ലെങ്കിൽ പെട്ടെന്ന് പൊടുന്നനെ ചിലപ്പോൾ ആരെങ്കിലും നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ള, ചോദിക്കാൻ വേണ്ടി ഫത്വ പറയാൻ വേണ്ടി ഇരിക്കാന്നല്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് ചിലപ്പോൾ ആളുകൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഇത് പാലിക്കാം എന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫാ കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅല വഅഅലം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.